സെർവ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെർട്ടൈസിൻ്റെ പരിധിയിൽ നിൽക്കുന്നതോ മാത്രമല്ല ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്നത്രയും കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹത്തോടെ തുടങ്ങിയതാണ്. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് വരുന്നൊരു ഫേസിലാണ്. ഓക്കെ, ഇതിൽ നിന്ന് ഒരുപാട് പേർക്ക് എന്തായാലും ഡെഫിനറ്റ്ലി പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ഒരു മനസ്സിന് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസോ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അതങ്ങനെ ഒരെണ്ണം പെർട്ടിക്കുലറായിട്ട് ഓർത്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഡേ ടു ഡേ നമുക്ക് ഒരുപാട് സെഷൻസ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അതുപോലെയുള്ള സ്റ്റോറീസ് ഡെയിലി വിറ്റ്നസ് ചെയ്യുന്നതാണ്. അപ്പം അതുപോലെ ആത്മഹത്യയിൽ നിന്ന് തിരിഞ്ഞ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആത്മഹത്യ മുഖത്തൊക്കെ നിന്നിട്ട് വിളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ലൈഫിൻ്റെ ഫേസസ് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് ലൈഫിൽ അവർക്ക് ചേഞ്ച് ഉണ്ടാവുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു, ആക്ടറും അതേപോലെ തന്നെ റൈറ്ററും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ നിൽക്കുന്ന ഒന്നാണ് രണ്ട് സുന്ദരി കുട്ടികളുടെ അമ്മയും കൂടിയാണ്. സോ ഹൗ ഇസ് ഈ മദർഹുഡ് എങ്ങനെ പോകുന്നു? മദർഹുഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതൊരു ലേണിംഗ് പ്രോസസ്സാണല്ലോ. അപ്പം ആരും ഒരു പെർഫെക്റ്റ് പേരൻ്റ് അല്ല, അതുപോലെ തന്നെ ഞാനും അല്ല. മദർഹുഡ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഒപ്പം ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഓരോ ദിവസം ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും കാര്യങ്ങൾ ഞാൻ പലപ്പോഴും അവരിൽ നിന്നാണ് ലേൺ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് മദർഹുഡ്. അതുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് ചേച്ചിയുടെ ഒരു പോസ്റ്റ് ഞാൻ FB ഇട്ടിരുന്ന കണ്ടിരുന്നായിരുന്നു. ഐ എം നോട്ട് എ സൂപ്പർ മോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. അതെനിക്ക് കണ്ട സമയത്ത് ലേണിംഗ് ടു ബി എ മദർ എന്ന് പറഞ്ഞ ശശി ദേശ്പാണ്ഡെയുടെ ഒരു പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, ഞാനൊരു പെർഫെക്റ്റ് അമ്മയല്ല. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് അവർ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം വരുന്ന സമയത്ത് അവർക്ക് ചോക്ലേറ്റ്സിനോട്